അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരം വലിയ സാധനം തന്നെ ചെയ്യുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ മാക് ഡ്രൈവ് നാനോ എനർജൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എഞ്ചിൻ ഓയിലിൻ്റെ ഒപ്പം ഒഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഗൈസ് നമുക്കിത് റിവ്യൂയിലോട്ട് പോകാം. അതിനു മുന്നേ ഗൈസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ എഞ്ചിൻ ഓയിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. നിങ്ങൾ നേരെ നോക്കി കാണാം, കണ്ടോ, കൊറിയൻ ബ്രാൻഡ്, മെയ്ഡ് ഇൻ കൊറിയൻ എന്ന് കണ്ടോ. ഗൈസ് ഒരു മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന് നമ്മൾ എത്ര സ്ഥാനം കൊടുക്കുന്നുണ്ടോ അതേ പ്രാധാന്യം നമ്മൾ നമ്മുടെ വണ്ടികളുടെ ഇഞ്ചിന് നമ്മൾ കൊടുക്കണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിൻ നിലച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓയിലാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വെച്ചിട്ടുള്ള ബെസ്റ്റ് ഓയിലാണ് ഒരു മാക് ഡ്രൈവ് നാനോ എനർജൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽ. 1280 റുപ്പീസിന് വാങ്ങുമ്പോൾ നമുക്ക് അത് ലാഭമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, നമ്മളിത് 30,000 കിലോമീറ്റേഴ്സ് ഓടിയാലും ഇതിൻ്റെ പവർ നിൽക്കില്ല എന്നാണ്. 30,000 കിലോമീറ്റേഴ്സ് വരെ ഇത് ഒഴിച്ചാൽ ഓടും. നമുക്ക് അങ്ങനെ ഒരു പറയാൻ പറ്റും, അങ്ങനെയാണ്, ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഓടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇരട്ടി നമുക്കിത് തരുന്നുണ്ട്, ഇങ്ങോട്ട് തരുന്നുണ്ട് ഗൈസ്. ആ ഒരു വാല്യൂ, ഇതിൻ്റെ ഒരു വാല്യൂ, നമ്മൾ കൊടുത്തതിൻ്റെ വാല്യൂ അതിൻ്റെ ഇരട്ടി നമ്മൾ ഇങ്ങോട്ട് തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചിൻ്റെ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. പെർഫോമൻസ് നല്ല രീതിയിൽ കമ്മിയാവും. ഇത് ഇഞ്ചിൻ്റെ ഉള്ളിൽ പ്ലാറ്റിനം സെറാമിക് കോട്ടിംഗ് നമുക്ക് തരുന്നുണ്ട്. അതുമാത്രമല്ല, പ്ലാറ്റിനം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ സ്റ്റീലിനേക്കാൾ ഒരു 20% ഹാർഡും 5% ഷൈനിങ്ങും തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുമാത്രമല്ല ഗൈസ്, പെർഫോമൻസ് കൂടും, പവർഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ എൻജിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ കാറിലൊക്കെയാണ് ഇത് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 1200 കിലോമീറ്റേഴ്സ് വരെ ഇത് മാറ്റരുത്. പിന്നെ ഹെവി ബൈക്കിലാണെങ്കിൽ ഒരു 3000 കിലോമീറ്റേഴ്സ് കഴിയാതെ മാറ്റരുത്. 2 വീലറും 3 വീലറും ആണെങ്കിൽ അടുത്തൊരു 400 കിലോമീറ്റേഴ്സ് വരെ ഇത് മാറ്റരുത്. ഇത് ഒഴിച്ചാൽ ഗൈസ് 15% മൈലേജ് കൂടും ഗൈസ്, 15%. അതുമാത്രമല്ല നോയ്സും വൈബ്രേഷൻസും ഒക്കെ ഒഴിവാവും, അത് പോയി കിട്ടും ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ. കാർബൺ എമീഷൻ നമുക്കൊരു 70% നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇത് ഒഴിച്ചാൽ. ശരിക്കും ഒരു ഇഞ്ചിൻ ഓയിൽ കഴിയാനായ വണ്ടി അല്ലെങ്കിൽ ഇഞ്ചിൻ ഓയിൽ മാറ്റാനായൊരു വണ്ടിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കുക. അങ്ങനെ ആയിരിക്കും ഒന്നുകൂടിയും നമുക്കൊന്ന് അറിയാൻ പറ്റും. നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ലൈഫും ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത് അത് ഫുൾ മാറ്റിയതിന് ശേഷം ആയിരിക്കും. ഗൈസ്, അപ്പോൾ ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പ്ലാറ്റിനും ഇതിൻ്റെ സെറാമിക്കും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം, എന്നാലാണ് ഇഞ്ചിന് പ്രയോഗമുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കണം, നമ്മൾ 50 വട്ടത്തോളം മിക്സ് ആക്കണം എന്നാണ് ഇതിൻ്റെ ബോക്സിൽ എഴുതിയിട്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് കട്ട് ചെയ്ത് തുടങ്ങാം. ഗൈസ് നമുക്കിതിലിട്ട് കുറച്ച് ഓയിലിൽ നമുക്കിത് ഒഴിക്കണം. ഇപ്പോൾ ഓയിലിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, ഇതാണ്. ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലൊഴിച്ചിട്ട് ഇത് ഓയിൽ മിക്സ് ആക്കണം ഗൈസ്. നമുക്ക് ഒഴിക്കാം, സൂക്ഷിച്ചാണോ ഒഴിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞു. അതോടൊപ്പം ഇങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ കളറൊക്കെ മാറിയത് കണ്ടോ, ഒരു നേരത്തെ കളറല്ല, ഒക്കെ ഇവിടെ ഒരു വാനില കളറായി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഫണൽ വെച്ചിട്ടുണ്ട്, നമ്മളിതിലോട്ട് ഒഴിക്കും, ഇഞ്ചിനിലോട്ട് ഒഴിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ ഒഴിച്ച് കഴിഞ്ഞു, ക്ലീനാക്കി, ഫുൾ ഒഴിച്ച് ക്ലീനായി. അപ്പോൾ ഇനി ഇത് ടൈറ്റ് ചെയ്യണം, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ
അപ്പോൾ ഗൈസ് നമ്മളെല്ലാതും ഒഴിച്ച് സെറ്റാക്കി. ഇനി നമ്മൾ ഒരു 20 മിനിറ്റോളം സ്റ്റാർട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ നമ്മളൊരു 30 കിലോമീറ്റർ ഓടിക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണം ഗൈസ്. അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഗൈസ്, ഞാൻ തീർത്തുതരാം. നീ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം ഗൈസ്. അപ്പോൾ ബൈ.